കുംപ്ലങ് നൈറ്റ്സിൽ ഫഹദ് ഫാസിൽ ഷമ്മിയായി തലബ്ക്ക് അഭിനയിച്ചപ്പോൾ സജ്ജിയായി നല്ലൊരു അഭിനയം കാഴ്ചവെച്ച സൗബിൻ ഷാഹിറുമെ ആരും മറക്കാനാവില്ല. കുംപ്ലങ് നൈറ്റ്സിലെ സൗബിൻ്റെ കുറച്ച് സീൻസ് നമുക്കെല്ലാം തല്ലോ. എന്താണിത്? എന്ത് പ്രഹസനമാണ് സജി. എന്താ പറഞ്ഞ? പ്രഹസനോ എന്നുവെച്ചാ? അറിഞ്ഞൂടെ? പ്രഹസനം വെച്ചെന്താടാ? എനിക്കറിയാം, നിനക്കറിയാന്ന്. എന്താണെന്ന് എന്താണെന്ന്? എന്ത് ഇതെന്താണോ കഥകളിയാ? എന്റെ അപ്പന്റെ ഫോട്ടോ ഒക്കെ തീരാ ഷോ. എടാ കാക്കക്ക് താൻ കുഞ്ഞു പൊൻകുഞ്ചാടാ നാറികളെ. ഈ പഴഞ്ചൊല്ലോ സിറ്റുവേഷൻ ആയിട്ടൊരു ബന്ധമില്ലല്ലോ. ഉണ്ടാവൂല. എടാ ബോണി വരൂലടാ. അവനാ ഡാൻസുകാരുടെ കൂടെയാണ്, അവന്റെ കുടുംബം അതാണ്. നീ കഴിച്ചിട്ട് മുള്ളി വെച്ച് മാറിക്കിടന്ന് ഉറങ്ങടാ. ഇവനാരാണ്? നീ ആരാണ്? ഇവനാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? ഇവനെ കണ്ട കടവിൽ കഞ്ചാവ് വിളിച്ചു കുഴപ്പമില്ല ഇവന്റെ പരിപാടി. കഞ്ചാവ് വിളിക്കാറില്ല. നീ വാലയിട്ട് നീ പോയി നോക്കിണ്ടാ നാറി. പണിയെടുക്കണവരെ തിന്നിങ്ങനെ നടന്നിട്ട് ഇല്ല ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായമായിട്ട്. താൻ പിന്നെ വലിയ പണിക്കാരനാണല്ലോ. താൻ ആ തമിഴ് നോസിട്ടല്ലേടോ ജീവിക്കണത്? താൻ ആ തമിഴ് നോസിട്ടല്ലേടോ പ്ലേറ്റ് വെച്ച് ഇതുണ്ടാ ഇതിന്റെ ഇടയിലില്ലേ കഴുത്തിറക്കിട്ട് ആവണ കാണോ എനിക്ക് ഓർമ്മയില്ലേ? കാണോടാ. എടോ ആരോഗ്യം വെച്ചടോ സജി, അതൊക്കെ പണ്ട് വരക്കാലത് കേട്ടാ. നീ പൊക്കാൻ പറ്റോ? പ്ലേറ്റ് വെച്ചിട്ട് വാ. നീ പ്ലേറ്റ് വെക്കടാ. എന്തിനാണ്? നീ വെക്കടാ. വെക്കാൻ എന്തിനാ? വെക്ക്. ഞാനേ അങ്ങോട്ട് നോക്കിക്കാം. എന്തിനാ? നീ ജസ്റ്റ് ഒന്ന് ചേട്ടാന്ന് വിളിച്ചേ. മുതലെടുക്കണേണ സജി. കൊതി ഉണ്ടാടാ. വെറുതെ വിളിച്ചോ കേക്കട്ടെ. ചേട്ടാ ചിലപ്പോ ശരിയാവൂലടാ. എന്ത് വട്ടാണ് ഈ പറയണ? എനിക്കങ്ങനെ തോന്നണം സജി. എടാ ഒരു പെണ്ണ് വന്ന് പാർക്കാണല്ലോ ഇവിടെ ഇല്ലേ? പോകില്ല, തടുപ്പുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, വേറെന്താണ് വേണ്ടേ? നിനക്ക് എൻ്റെ മുറി വേണോ? എടുത്തോ. ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിടിച്ചേ ഒരു ചെറുതളിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. എടാ കക്കൂസുണ്ടോ? യൂറോപ്യൻ കക്കൂസല്ലേ പുറത്ത് വന്നിട്ടിരിക്കണ? വാർത്തിട്ടിട്ടില്ലേ? നീ കുറച്ച് കാണല്ലേ? നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടുകൊണ്ടിരിക്കണേ. എടാ നീ വേറൊരു നല്ല പണിക്ക് നീ വലയിടാനൊന്നും പോണ്ട കേട്ടാ. ഞാനില്ലല്ലോ ഇവിടെ ജീവനോടുകൂടി. നമ്മൾ ഈ വീടൊക്കെ ഒന്ന് തേച്ചൊന്ന് വാതിലൊടിപ്പിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. എടാ നെപ്പോളുടെ മക്കളൊന്നും അങ്ങനെ മോശക്കാരല്ലടാ, മോശക്കാരാവേയില്ല കേട്ടാ. നമ്മുടെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല, എന്താന്നറിയില്ല.
അതങ്ങനെ കണ്ടാ മതി നീ കേട്ടാ, ഞാൻ കണ്ടാ മതി. അന്ന് ടൂർ പോയിട്ട് ലോട്ടറി അടിച്ചിട്ട് കന്യാകുമാരി ടൂർ പോയപ്പോ ഇവരാരും കണ്ടിട്ടില്ല കടലിൽ എന്ത് സൂര്യ വെച്ചിട്ട്. അപ്പൊ ബോണി അത് കണ്ടിട്ടേ ഒരു ചിരി ഇരിച്ചായിരുന്നു. അവനാണ് എന്നെ പങ്കെടുപ്പിച്ചതല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും മാർത്തൊരക്ഷരം മിണ്ടാത്തവനാണ് എന്നെ പങ്കെടുപ്പിച്ചതല്ലേ. അന്നേ ഒരു സീനുണ്ടായി വീട്ടില്. അന്ന് അവൻ പറഞ്ഞ ഞാൻ ഓസിയാണ് ജീവിക്കണത്, തേക്കണ നീയില്ലേ, നിന്നെ ഓസിയാണ് ഞാൻ ജീവിക്കണം. അവൻ പറഞ്ഞ ഓസിയാട്ടാ ജീവിക്കണം. എന്താണ്? പൈസ വന്നിട്ട് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. നന്നായി. എൻ്റെ പണി പോലിരിക്കണ ശരിക്കും കയ്യിൽ നിന്ന് പോയിരിക്കണ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. കരയാനൊന്നും പറ്റണില്ല. നല്ലായിരുന്നു, നല്ല പാർട്ടിയായിരുന്നു. അപ്പം കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വീടൊക്കെ പണിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല പണിക്കാരനായിരുന്നു അപ്പൻ. പറഞ്ഞു. സങ്കടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ. കരയണമെങ്കിൽ കരയാ. സഹായിക്കാനല്ലേ ഞാനിവിടെ ഉള്ളത്. അമ്മ പോയപ്പോൾ ബോണിൻ്റെയും അമ്മനെയും ബോണിനെയും ഒഴിവാക്കി പോയപ്പോൾ എൻ്റെ അപ്പനാണ് വീട്ടിലോട്ടുണ്ടെന്ന്. പിന്നെയാണ് ബോബിയും ചെറുതൊക്കെ ഉണ്ടായത്. ഒരൊറ്റ മിനിറ്റ്. വിഷമാവൂലോ. ചിലർ തമാശക്കും കാര്യത്തിലൊക്കെ ആയിട്ട് പല തന്തകയും ചെന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളും. ഞങ്ങൾക്കെല്ലാവരും കൊള്ളും. രാഗല്ലേ, നിനക്കൊക്കെ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ. എന്നെ കൊണ്ട് കുറേ ഓടിയിട്ടുണ്ട് അവർ. ഞാനൊരു ഗ്ലാസ് വെള്ളം നിനക്കെടുത്ത് തരും, നീ ഒരു ഗ്ലാസ് വെള്ളം എനിക്കെടുത്ത് തരും. ഇല്ലില്ല, അവർക്ക് വയ്യാത്തോണ്ടായിക്കൂടെ. അവർക്ക് വയ്യ ദൈവനറിയാം. ഒരടുത്ത് കൂടെ പോകുമ്പോൾ അവർ ആത്മതാചത്തിന്റെ മണം ഓർന്നവർക്ക് നമ്മളാരും പ്രായത്തരാം. നമ്മുടെ ബോബിയുടെയും ബേബിയുടെയും കല്യാണക്കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ? പറ്റുമെങ്കിൽ അതൊന്ന് നടത്തി കൊടുക്കണം. സാറന്ന് പറഞ്ഞാണല്ലോ കാട്ടാളനാണ് രാമായണം എഴുതിയെന്നൊക്കെ.
അതിനിടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ആരെന്ത് പറഞ്ഞാലും കറക്റ്റ് പോയിന്റ് ആണെങ്കിൽ അതെടുക്കണം. നമ്മൾ കൂടിയ ആൾക്കാരായി എന്നൊന്നുമല്ല പറയണ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ആ കല്യാണം ഒന്ന് ആലോചിച്ചൂടെ? ഇദ്ദേഹത്തിന് മറുപടി അമ്മ പറയുമോ അതോ ഞാൻ സംസാരിക്കണം? താല്പര്യമില്ല. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല.